ആദ്യത്തെ ചോദ്യം, ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? ജൊഹാൻസൺ, ലാമാർക്ക്, ഹർഗോവിന്ദ് ഖൊരാനെ, ഗ്രിഗർ മെൻഡൽ. ആൻസർ എ ആണ്, ജൊഹാൻസൺ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ആൻസർ സി ആണ്, 1, 3, 4 എന്നിവ. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ്. പിന്നെയോ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. പിന്നെ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗസ് ബാധ മൂലമുണ്ടാകുന്ന ഒരു രോഗം? മന്ത്, മലമ്പനി, പേവിഷബാധ, വട്ടച്ചൊറി. ആൻസർ ഡി ആണ്, വട്ടച്ചൊറി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പ്യൂറ. ഹൃദയം ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നു. രക്തപര്യന വ്യവസ്ഥകളുടെ കേന്ദ്രമാണ് ഹൃദയം. ആൻസർ ബി ആണ്, 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്? HNO3, HCl, H2SO2, H2SO4. ആൻസർ ബി ആണ്, HCl. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം? റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, ന്യൂക്ലിയസ്, ലൈസോസോം. ആൻസർ ഡി ആണ്, ലൈസോസോം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം? സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. ആൻസർ എ ആണ്, സിക്കിൾ സെൽ അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി. സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ച പരിശോധിക്കാനാണ്. ആൻസർ ഡി ആണ്, 1, 2, 3 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തന്നെ തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. എല്ലുകൾക്ക് ഉറപ്പു നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് തുടയെല്ല്. ആൻസർ 1, 2, 3, അതായത് ഡി ആണ് ശരി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണെന്ന്? വൈറ്റമിൻ എ നിശാന്തത, വൈറ്റമിൻ ബി ഗോയിറ്റർ, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി കണ. ഓപ്ഷൻസ് വായിച്ചു നോക്കാട്ടോ. ഏതായിരിക്കും തെറ്റായ ജോഡി? ആൻസർ ബി ആണ്, 2 മാത്രം. വൈറ്റമിൻ ബി ഗോയിറ്റർ, അതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ശുക്രൻ, ചൊവ്വ, ബുധൻ, ഭൂമി. ആൻസർ എ ആണ്, ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ആര്യൻ നാഗരികത, സിന്ധു നദീതട സംസ്കാരം, വൈദിക നാഗരികത, ഇവയെല്ലാം. ആൻസർ ബി ആണ്, സിന്ധു നദീതട സംസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ബ്രിട്ടൻ, കാനഡ, അമേരിക്ക, ജപ്പാൻ. ആൻസർ സി ആണ്, അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1857 വിപ്ലവത്തിന്റെ പരിണത ഫലങ്ങളിൽ ഉൾപ്പെടാത്തത്?
1858 രാജ്ഞിയുടെ വിളംബരം. ഗവർണർ ജനറൽ സ്ഥാനത്തിനു പകരം വൈസ്രോയി സ്ഥാനം നിലവിൽ വന്നു. 1858 വിക്ടോറിയ രാജ്ഞി അധികാരമേറ്റെടുത്തു. വൈസ്രോയിമാർക്ക് പകരമായി സ്റ്റേറ്റ് സെക്രട്ടറിയെ നിയമിച്ചു. ആൻസർ 4 4 മാത്രം. ആൻസർ സി ആണ്, 4 മാത്രം.